ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത്? കാരണം എന്റെ സുഹൃത്തെ, ആ ലളിതമായ ചോദ്യമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വിജയം പ്രവചിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അത് കഠിനാധ്വാനവും അച്ചടക്കവുമാണ്. ആ അച്ചടക്കം പരിശീലിക്കാനുള്ള ആദ്യത്തെ നിമിഷം സൂര്യൻ ഉദിക്കുന്നതിനും മുൻപാണ്. ഇതാ ഞാൻ തുടക്കത്തിലേ പഠിച്ച ഒരു സത്യം. പ്രഭാതങ്ങൾ ഒരു കണ്ണാടിയാണ്. അവ നിങ്ങളുടെ ശീലങ്ങളെ, നിങ്ങളുടെ മുൻഗണനകളെ, നിങ്ങളുടെ ഭാവിയെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രഭാതങ്ങൾ അലങ്കോലപ്പെട്ടതും ശ്രദ്ധയില്ലാത്തതും പ്രതികരണാത്മകവുമാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും അങ്ങനെയായിത്തീരുന്നതിൽ അതിശയിക്കേണ്ടതില്ല. എന്നാൽ നിങ്ങളുടെ പ്രഭാതങ്ങൾ ശാന്തവും ചിട്ടയുള്ളതും ലക്ഷ്യബോധത്തോടെ നിറഞ്ഞതുമാണെങ്കിൽ അത് മറ്റെല്ലാത്തിനും ഒരു പുതിയ ദിശാബോധം നൽകും. നോക്കൂ, നമ്മളെല്ലാവരും രണ്ടിലൊന്ന് സഹിച്ചേ മതിയാവൂ. ഒന്നുകിൽ അച്ചടക്കത്തിന്റെ വേദന, അല്ലെങ്കിൽ ഖേദത്തിന്റെ വേദന. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം. അച്ചടക്കം, പ്രത്യേകിച്ച് പ്രഭാതത്തിലുള്ള അച്ചടക്കം, നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ലാഭം നൽകും. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അലാറം അടിക്കുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ വിജയത്തിന്റെ വക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അത് സ്നൂസ് ചെയ്യാം, നിങ്ങളുടെ ജീവിതം വൈകിപ്പിക്കാം, നിങ്ങളുടെ സ്വപ്നങ്ങളെ മാറ്റിവെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാം, നിവർന്നു നിൽക്കാം, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ചുവടുവയ്ക്കാം. ആ ചെറിയ തിരഞ്ഞെടുപ്പ്, ആ കൊച്ചു നിമിഷം നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. ഇത് വെറുതെ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ചല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആരായിത്തീരുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകിയ വാക്ക് പാലിക്കുന്നതിനെക്കുറിച്ചാണ്. അവിടെയാണ് ആത്മാഭിമാനം ആരംഭിക്കുന്നത്. ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല എന്ന് പറയാൻ എളുപ്പമാണ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു വിജയവ്യക്തിയാണോ? നിങ്ങളൊരു വളർച്ചാ വ്യക്തിയാണോ? എന്റെ ഏറ്റവും മികച്ച ജീവിതം ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾക്കൊരു മോർണിംഗ് പേഴ്സൺ ആകാൻ കഴിയും. അത് എളുപ്പമായതുകൊണ്ടല്ല, അത് അത്യാവശ്യമായതുകൊണ്ടാണ്. അച്ചടക്കം നമുക്ക് ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല, അത് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന ഒന്നാണ്. ആരും കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ അത് വികസിപ്പിക്കുന്നത്. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളും പ്രഭാതത്തിലെ ശുദ്ധവായുവും നിങ്ങളുടെ ചിന്തകളും മാത്രമുള്ളപ്പോൾ 30 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക, കിടക്ക വിരിക്കുക, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു നല്ല പുസ്തകത്തിന്റെ 10 പേജുകൾ വായിക്കുക, 3 ലക്ഷ്യങ്ങൾ എഴുതുക. ഇവ വെറും ജോലികളല്ല, ഇവ പ്രഖ്യാപനങ്ങളാണ്. നിങ്ങൾ ലോകത്തോട് പറയുകയാണ്, ഈ ദിവസത്തിന്റെ നിയന്ത്രണം എന്റെ കയ്യിലാണ്, എന്റെ ദിശയുടെ ഉത്തരവാദിത്തം എനിക്കാണ്. അത് ആസൂത്രണം ചെയ്യുക, മനസ്സിൽ കാണുക, അത് ആരംഭിക്കുന്നതിനു മുമ്പുതന്നെ അതിന്റെ ഉടമയാകുക. ഇനി ശ്രദ്ധിക്കൂ, ജീവിതത്തിലെ എല്ലാ ഫലങ്ങളും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ ദിവസം എങ്ങനെ ആരംഭിക്കണമെന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. പരിഭ്രാന്തിക്ക് പകരം ലക്ഷ്യബോധം തിരഞ്ഞെടുക്കാം. താമസിപ്പിക്കുന്നതിനു പകരം അച്ചടക്കം തിരഞ്ഞെടുക്കാം. സുഖസൗകര്യങ്ങൾക്ക് പകരം വളർച്ച തിരഞ്ഞെടുക്കാം. വിജയം എന്നത് ദിവസവും പരിശീലിക്കുന്ന കുറച്ച് ലളിതമായ അച്ചടക്കങ്ങളാണ്. നിങ്ങളുടെ പ്രഭാതം അവിടെയാണ് എല്ലാം ആരംഭിക്കുന്നത്. കാരണം നിങ്ങൾക്ക് രാവിലെ ജയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസത്തെ ജയിക്കാൻ കഴിയും. നിങ്ങൾക്ക് ആ ദിവസത്തെ ജയിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയും. പ്രചോദനത്തിനായി കാത്തിരിക്കരുത്. നിങ്ങളുടെ പ്രഭാതത്തെ രൂപകൽപ്പന ചെയ്യുക. ആ പ്രഭാതം നിങ്ങളുടെ ഭാവിയെ രൂപകൽപ്പന ചെയ്യട്ടെ. കടലാസിൽ പൂർത്തിയാക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ദിവസം ആരംഭിക്കരുത്. എന്താണ് അതിനർത്ഥം? അതിനർത്ഥം കാര്യങ്ങൾ നന്നായി പോകുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ദിവസത്തിലേക്ക് ഇറങ്ങിച്ചെല്ലരുത്. നിങ്ങൾ ഉൽപ്പാദനക്ഷമമാകുമെന്ന് പ്രതീക്ഷിച്ച്, വിജയം തനിയെ വരുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ കാത്തിരിക്കരുത്. ഇല്ല സുഹൃത്തെ, അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങളത് രൂപകൽപ്പന ചെയ്യുന്നു, നിങ്ങളത് ആഗ്രഹിക്കുന്നു. അത് നിങ്ങളുടെ പ്രഭാതത്തിൽ നിന്ന് ആരംഭിക്കുന്നു. നിങ്ങളുടെ ദിനചര്യയാണ് നിങ്ങളുടെ ബ്ലൂ പ്രിന്റ്. എല്ലാ ദിവസവും നിങ്ങൾ പടുത്തുയർത്തുന്ന അടിത്തറയാണത്. അത് എത്ര ദൈർഘ്യമുള്ളതാണെന്നതിൽ കാര്യമില്ല, അത് എത്രമാത്രം ലക്ഷ്യബോധമുള്ളതാണെന്നതിലാണ് കാര്യം. ഞാൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം. ഒരു രൂപരേഖയില്ലാതെ നിങ്ങൾ ഒരു വീട് പണിയുകയില്ലല്ലോ. പിന്നെന്തിന് ഒരു രൂപരേഖയില്ലാതെ നിങ്ങളുടെ ജീവിതം പണിയണം? നിങ്ങളുടെ പ്രഭാത ദിനചര്യയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ചലിക്കുന്ന രൂപരേഖ. ലോകത്തിന്റെ ബഹളം പരിശോധിക്കുന്നതിനു മുമ്പ് നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ശാന്തമായിരിക്കുക, ചിന്തിക്കുക, ധ്യാനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ പ്രാർത്ഥിക്കുക. ദിവസം ആരംഭിക്കുന്നതിനു മുമ്പ് സ്വയം കേന്ദ്രീകരിക്കുക. നിശ്ചലമായിരിക്കാൻ പഠിക്കുക, പ്രതിഫലിപ്പിക്കാൻ പഠിക്കുക. ഉത്തരങ്ങൾ അവിടെയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇന്നലത്തെ വിജയങ്ങൾ, നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ എന്നിവ എഴുതുക. പേനക്കടലാസിൽ വയ്ക്കുന്നതിന് ഒരു മാന്ത്രികതയുണ്ട്. അത് ചിന്തകളെ എടുത്ത് അവയ്ക്ക് രൂപം നൽകുന്നു. എഴുത്ത് എന്നത് ദൃശ്യമാക്കിയ ചിന്തയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കടലാസിൽ കണ്ടുകഴിഞ്ഞാൽ അവയെ അവഗണിക്കാൻ പ്രയാസമാകും. സ്ക്രോളിംഗ് അല്ല, ഇമെയിലുകളല്ല. ലോകം നിങ്ങളുടെ തലച്ചോറിലേക്ക് മാലിന്യം തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ മനസ്സിന് നല്ല ഭക്ഷണം നൽകുക. ദിവസവും 10 പേജ്. അത്രമാത്രം. ഒരു ദിവസം 10 പേജ്, എന്നാൽ വർഷത്തിൽ 3650 പേജുകളാണ്. അത് ഡസൻ കണക്കിന് പുസ്തകങ്ങളാണ്. അത് ആശയങ്ങളുടെ ഒരു പുതിയ ലോകമാണ്. വേണമെങ്കിൽ ഒരു നേരം ഭക്ഷണം ഉപേക്ഷിച്ചോളൂ, പക്ഷേ വായന ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ദിവസത്തിന് ഒരു ദിശ വേണം. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഭൂപടം വേണം. 5 മിനിറ്റ് എടുക്കുക. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ജോലികൾ എഴുതുക. 10ഓ 20ഓ അല്ല, വെറും 3 എണ്ണം. അത് ചെയ്താൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന 3 കാര്യങ്ങൾ. അതാണ് ഫോക്കസ്, അതാണ് സ്വാധീനം,
അതാണ് ഒരു ദിനചര്യയുടെ ശക്തി. അത് നിങ്ങളുടെ ഊർജ്ജവും എടുത്ത് മുന്നോട്ട് നയിക്കുന്നു. സ്ട്രെച്ച് ചെയ്യുക, നടക്കുക, ശ്വാസമെടുക്കുക. നിങ്ങൾ 5 മൈൽ ഓടണമെന്നില്ല, പക്ഷേ നിങ്ങൾ ചലിച്ചേ മതിയാവൂ. ചലനത്തിലൂടെയാണ് ഊർജ്ജമുണ്ടാകുന്നത്. ശരീരം മനസ്സിനെ സ്വാധീനിക്കുന്നു. ശരീരം മടിയുള്ള ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ദിനചര്യ ഉൽപ്പാദനക്ഷമതയെക്കുറിച്ച് മാത്രമല്ല, അത് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചാണ്. ഓരോ തവണ നിങ്ങൾ കൃത്യസമയത്ത് എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയാണ്, ഞാൻ അച്ചടക്കമുള്ളവനാണ്, ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനാണ്, ഞാൻ വിജയത്തിന് യോഗ്യനാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ തലത്തിലേക്ക് ഉയരുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റങ്ങളുടെ തലത്തിലേക്ക് വീഴുകയാണ്. നിങ്ങളുടെ പ്രഭാതത്തിലെ സിസ്റ്റം നിങ്ങൾ എത്രത്തോളം ഗൗരവമുള്ളയാളാണെന്ന സത്യം പറയുന്നു. ഇതിലെ മനോഹരമായ ഭാഗം ഇതാണ്: നിങ്ങളുടെ ജീവിതം മുഴുവനായി പൊളിച്ചെഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ രാവിലെ 1 മണിക്കൂർ ലക്ഷ്യബോധത്തോടെ ആരംഭിച്ചാൽ മതി. അച്ചടക്കമെന്നത് ലക്ഷ്യങ്ങൾക്കും നേട്ടങ്ങൾക്കുമിടയിലുള്ള പാലമാണ്. ആ പാലം പണിയുന്നത് ഇഷ്ടികയായി ഓരോ പ്രഭാതം തോറുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രഭാതത്തെ രൂപകൽപ്പന ചെയ്യുക. കാരണം നിങ്ങൾ വ്യക്തതയോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങൾ പുരോഗതിയോടെ നിങ്ങളുടെ ദിവസം അവസാനിപ്പിക്കും. അതാണ് സുഹൃത്തേ, വിജയം പ്രവചിക്കാൻ കഴിയുന്ന ഒന്നായി മാറുന്നത്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ലക്ഷ്യബോധത്തോടെയാണോ എഴുന്നേൽക്കുന്നത്, അതോ പ്രതികരണത്തോടെയാണോ? കാരണം നിങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം നിങ്ങളുടെ ഫോണിനായി കൈനീട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകം തന്നെ പ്രഭാതത്തെ മറ്റൊരാൾക്ക് കൈമാറിക്കഴിഞ്ഞു. അവരുടെ സന്ദേശങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബഹളങ്ങൾ നിങ്ങളുടെ ദിവസത്തിന് ഒരു ടോൺ സെറ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിച്ചു. ഒരിക്കൽ അത് സംഭവിച്ചാൽ അത് തിരികെ ലഭിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ മനസ്സിന്റെ വാതിൽക്കൽ കാവൽ നിൽക്കുക. കാരണം നിങ്ങളുടെ ശ്രദ്ധ അമൂല്യമാണ്. പ്രഭാതത്തിൽ അത് ഏറ്റവും ദുർബലമാണ്. നിങ്ങൾ പുറത്തുപോയി ലോകത്തെ അഭിമുഖീകരിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ഇടം നിങ്ങൾ സംരക്ഷിക്കണം. ഒരു ലക്ഷ്യമില്ലാതെ, ഒരു കാരണവുമില്ലാതെ എഴുന്നേൽക്കുക, വെറുതെ നിലനിൽക്കുക. അത് അപകടകരമാണ്. കാരണം ഒരു ദൗത്യവുമില്ലാതെ വിട്ട മനസ്സ് അലഞ്ഞുതിരിയാൻ തുടങ്ങും. അലഞ്ഞുതിരിയുന്ന മനസ്സുകൾ സാമ്രാജ്യങ്ങൾ പണിയുന്നില്ല. അലഞ്ഞുതിരിയുന്ന മനസ്സുകൾ ലക്ഷ്യങ്ങളെ പിന്തുടരുന്നില്ല. ലക്ഷ്യം ഇന്ധനമാണ്, അത് ഊർജ്ജമാണ്. ലോകം ഉണരുന്നതിനു മുമ്പ് നിങ്ങൾ എഴുന്നേൽക്കുന്നതിനുള്ള കാരണമാണത്. നിങ്ങൾക്ക് ആ കാരണമില്ലെങ്കിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾ എപ്പോഴും പാടുപെടും. നിങ്ങൾ എന്തിനാണ് പോരാടുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനിത് പറയാം. നിങ്ങളിൽ ചിലർ നിങ്ങളുടെ പ്രഭാതങ്ങളെ രാത്രിയിൽ നഷ്ടപ്പെടുത്തുന്നു. നിങ്ങൾ വളരെ വൈകി ഉറങ്ങാൻ പോകുന്നു. കുറച്ചു മണിക്കൂർ വിനോദത്തിനായി നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ വിൽക്കുന്നു. എന്നിട്ട് പ്രഭാതം എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായി തോന്നുന്നതെന്ന് അത്ഭുതപ്പെടുന്നു. അച്ചടക്കം എന്നത് നിങ്ങൾ എന്തു ചെയ്യാൻ തുടങ്ങുന്നു എന്നതിനെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾ എന്തു ചെയ്യുന്നത് നിർത്തുന്നു എന്നതിനെക്കുറിച്ചുകൂടിയാണ്. അശ്രദ്ധമായ രാത്രികൾ കൊണ്ട് നിങ്ങൾക്ക് ശക്തമായ പ്രഭാതങ്ങളുണ്ടാകില്ല. രാത്രിയിൽ നിന്ന് നിങ്ങൾ മോഷ്ടിക്കുന്ന ഓരോ മണിക്കൂറും നിങ്ങൾ നാളെയിൽ നിന്ന് കടമെടുക്കുകയാണ്. നിങ്ങൾ ദിവസം മുഴുവൻ ജയിക്കേണ്ടതില്ല. നിങ്ങൾ ആദ്യത്തെ മണിക്കൂർ ജയിച്ചാൽ മതി. ചെറിയ കാര്യങ്ങൾ, സുഖം, ശ്രദ്ധ തിരിക്കുന്നവ, ഒഴികഴിവുകൾ, വിശുദ്ധമായ ഒന്നിനെ നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ അനുവദിക്കരുത്. കാരണം പ്രഭാതം അതാണ്. അത് വിശുദ്ധമാണ്. അത് ഒന്നിന്റെ തുടക്കമാണ്. നിങ്ങൾ ടോൺ സെറ്റ് ചെയ്യുന്ന നിമിഷമാണത്. നിങ്ങളുടെ മനസ്സ് വ്യക്തവും നിങ്ങളുടെ ഹൃദയം തുറന്നതും നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രാധാന്യമുള്ളതുമായ ഇടം. കണ്ടില്ലേ സുഹൃത്തേ, വിജയം ഒരു വലിയ കുതിച്ചുചാട്ടമല്ല, അത് ചെറിയ വിജയങ്ങളുടെ ഒരു പരമ്പരയാണ്. പ്രഭാതത്തിൽ അതാണ് നിങ്ങളുടെ ആദ്യത്തെ വിജയം. അതിനെ കാക്കുക, സംരക്ഷിക്കുക, ജയിക്കുക. അപ്പോൾ നിങ്ങൾ ആ ദിവസത്തെ ജയിക്കും.